ഹായ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ യൂട്യൂബ് ചാനലായ ഹെൽത്ത് വെൽത്ത് ടിപ്സിലേക്ക് ഏവർക്കും സ്വാഗതം. സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ച് അറിയുവാനും സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ കസ്റ്റമർ ആകുവാനും നമ്മളിലൂടെ 10% ഡിസ്കൗണ്ടിൽ പോളിസി എടുക്കുവാനും നിങ്ങൾ ഒരു പോളിസി എടുത്താൽ അതിന് പൂർണ്ണമായ സപ്പോർട്ട് നിങ്ങൾക്ക് ബാക്ക് സപ്പോർട്ട് കിട്ടുവാനും നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിന്ന് പറയാനായിട്ട് ആലോചിക്കുന്ന കാര്യം, എന്തുകൊണ്ടാണ് നമ്മൾ സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസ് തിരഞ്ഞെടുക്കുന്നത് എന്നാണ്. നമ്മൾക്കറിയാം, കേരളത്തിൽ ഇന്ന് 3.5 കോടി ജനങ്ങളാണ്, ഏകദേശം 3.5 കോടി ജനങ്ങളുണ്ട്. അതിലൊരു 25 ലക്ഷം ആൾക്കാർക്ക് മാത്രമേ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിക്ക് ഉടമകളായിട്ടുള്ളൂ. അതിൽ ഏകദേശം 22 ലക്ഷത്തോളം ആളുകൾ എടുത്തിരിക്കുന്നത് സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസ് ആണ്. മറ്റൊരു 3 ലക്ഷം ആളുകൾ മാത്രമേ മറ്റുള്ള പല വിധമായ ഇൻഷുറൻസുകൾ എടുത്തിട്ടുള്ളൂ. ആൾക്കാർക്ക് തന്നെ അറിയാം, നമ്പർ 1 സർവീസ് സ്റ്റാർ ഹെൽത്തിനാണ് എന്നുള്ളത്. ആൾക്കാരുടെ വിശ്വാസമാണ് സ്റ്റാർ ഹെൽത്താണ്. അതുതന്നെയാണ് സ്റ്റാർ ഹെൽത്തിൻ്റെ വിജയവും. ഏകദേശം 18 വർഷക്കാലമായി 2006 സ്റ്റാർട്ട് ചെയ്തതാണ് സ്റ്റാർ ഹെൽത്ത്. ഇന്ന് 18 വർഷക്കാലം ആയി ഈ സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസ് ആരംഭിച്ചിട്ട്. നമ്മൾ ഏതൊരു കാര്യവും വേണമെങ്കിൽ നമ്മൾക്കൊരു ജീവിതത്തിലെ നമ്മളെ സംബന്ധിച്ച് മക്കളുടെ വിദ്യാഭ്യാസം, അതുപോലെ മക്കളുടെ കല്യാണം, ഒരു വാഹനം മേടിക്കൽ, ഒരു വീട് വെക്കൽ, ഒരു സ്ഥലം വാങ്ങൽ, ഇങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. ഈ പല കാര്യങ്ങളും നമ്മൾക്ക് പിന്നീടത്തേക്ക് വേണമെങ്കിൽ മാറ്റിവെക്കാവുന്നതാണ്. അതായത്, നമുക്ക് ഒരു മക്കളുടെ വിദ്യാഭ്യാസം, ഇപ്പം +2 കഴിഞ്ഞ ഒരു കുട്ടിയാണെന്ന് വിചാരിക്കുക, അടുത്ത ഒരു ബെറ്റർ ഫ്യൂച്ചറിലേക്ക് ചിലപ്പോൾ അബ്രോഡായിരിക്കാം, ചിലപ്പോൾ ഇവിടെ എഞ്ചിനീയറിംഗ് ആയിരിക്കാം, നേഴ്സിംഗ് ആയിരിക്കാം. 1 വർഷമോ 2 വർഷമോ നീട്ടി വെച്ച് നിർത്ത് പ്രശ്നമൊന്നുമില്ല. ഒരു 2 വർഷം നീണ്ടു പോകുന്നല്ലാതെ വേറൊരു ബുദ്ധിമുട്ട് അവർക്ക് വരുന്നില്ല. അതുപോലെ ഒരു വീട് വെക്കാൻ, വാടകയ്ക്കാണ് താമസിക്കുന്നതെന്ന് വിചാരിക്കുക, ഒരു വീട് വെക്കാൻ ഒരു 2 വർഷം കഴിഞ്ഞു നേരത്ത് നമുക്ക് ഈ ഒരു വാടകത്തിൽ നിന്ന് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. അതുപോലെ വാഹനം മേടിക്കൽ, ഇന്ന് മേടിക്കേണ്ടത് ചിലപ്പോൾ ഒരു അടുത്ത വർഷമോ 1 മാസമോ 5 മാസമോ കഴിഞ്ഞിട്ട് മേടിച്ചാലും പ്രശ്നമൊന്നുമില്ല. അതുപോലെ ഏത് കാര്യം, നമ്മുടെ ജീവിതത്തിൽ ഏത് കാര്യങ്ങൾ നോക്കിയാലും കുറച്ചൊക്കെ നീട്ടി വെക്കാവുന്ന കാര്യങ്ങളാണ്. എന്നാൽ ഒരു അസുഖം പിടിപെടുമ്പോൾ ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ പരിരക്ഷ എന്ന് പറയുന്ന അസുഖങ്ങളിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കുന്നു എന്നുള്ളതാണ്. അസുഖങ്ങളിൽ സംരക്ഷിക്കാനുള്ള കവറേജ് കിട്ടുന്നു. ഒരു ഹാർട്ട് അറ്റാക്ക്, അല്ലെങ്കിൽ ഒരു ബ്ലോക്ക്, ഒരു സ്ട്രോക്ക്, അതുപോലെ എന്തൊരു അസുഖങ്ങൾ വന്നാലും നമുക്ക് പിന്നീടത്തേക്ക് മാറ്റിവെക്കാനായിട്ട് സാധിക്കില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എല്ലാവരും കുടുംബത്തെ കണ്ടമാനം സ്നേഹിക്കുന്നവരാണ്. നമ്മുടെ കേരളക്കാരുടെ ഒരു പ്രത്യേകതയാണ്, നല്ല ഇന്ത്യക്കാരെ സംബന്ധിച്ച് ഫാമിലിയെ നല്ലോണം സ്നേഹിക്കുന്നവരാണ് ഇന്ത്യക്കാർ. അപ്പോൾ നമ്മുടെ ഫാമിലിക്ക്, നമ്മൾക്കോ അല്ലെങ്കിൽ നമ്മൾക്ക് സംഭവിച്ച നമ്മുടെ ഫാമിലി അതോടെ എല്ലാം ഡൗൺ ആയി പോകുന്നു. അതായത് നമ്മളാണ് അതിൻ്റെ മെയിൻ നട്ടെല്ലെന്ന് പറയുന്നത് നമ്മളാണ്. നമ്മൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഫാമിലിയുടെ എല്ലാ കാര്യങ്ങളും തകിടം മറിഞ്ഞു. അതുപോലെ നമ്മുടെ ഫാമിലിയിൽ ഒരാൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മൾ ഇതുവരെ സമ്പാദിച്ച എല്ലാ കാര്യങ്ങളും അതിനുവേണ്ടി വിൽക്കുവാനായിട്ട് തയ്യാറാകുന്നു. അങ്ങനെയുള്ള സാഹചര്യത്തിൽ അതിൽ നിന്ന് റിക്കവർ ചെയ്തു വരും, വീണ്ടും നമ്മൾ ഒന്നിൽ നിന്ന് ആരംഭിക്കേണ്ടി വരും. ഇപ്പോൾ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലൊക്കെ ഒരു കാര്യങ്ങൾക്ക് പോവുകയാണെങ്കിൽ 10 ലക്ഷം, 12 ലക്ഷം, 15 ലക്ഷം ഇങ്ങനെയാണ് അതിൻ്റെ ചാർജ് വരുന്നത്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾക്ക് ഒരു നോർമൽ ഒരു ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ കിട്ടുന്നതിനെക്കാട്ടും നല്ല സൗകര്യമാണ് അവിടെ കിട്ടുന്നത്. നോർമൽ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ പല ടെസ്റ്റുകൾക്കും അവർ പുറത്തേക്ക് എഴുതി വിടുന്നു. അവസാനം ഇതെല്ലാം കഴിഞ്ഞിട്ട് വേറൊരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് അവർ റെഫർ ചെയ്യുന്നു. ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് നേരിട്ട് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ നല്ലൊരു എമൗണ്ട് വേണമെന്നറിയാം. ഇതിനൊക്കെ കൂടിയാണ് നമ്മൾ സ്റ്റാർ ഹെൽത്ത് കരുതി വെക്കുന്നത്. നമ്മൾക്കൊരിക്കലും ഒരു പോളിസി എടുത്ത് ഉടനെ നമുക്ക് എല്ലാ അസുഖങ്ങൾക്കും കിട്ടുകയില്ല. എന്നാൽ പെട്ടെന്ന് വരുന്ന ബ്ലോക്കുകൾക്ക്, അറ്റാക്കുകൾക്ക്, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ, ക്യാൻസർ, അങ്ങനെയുള്ള അസുഖങ്ങൾക്കൊക്കെ നമുക്ക് 1 മാസം കഴിഞ്ഞാൽ തന്നെ ക്ലെയിം ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക്, എന്നെ ഈ കേൾക്കുന്ന എൻ്റെ സുഹൃത്തുക്കൾക്ക് ആർക്ക് പോളിസി വേണമെങ്കിലും എനിക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഇതിൽ കാണുന്ന വാട്സപ്പ് മൊബൈൽ നമ്പർ ഉണ്ട്, അതിൽ വാട്സപ്പ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ആവശ്യമായ പോളിസി ഞങ്ങൾ തിരഞ്ഞെടുത്ത് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അത് നിങ്ങളുടെ കഴിവിനൊത്തത്. അതായത് നമ്മൾ ആരും 2 കോടിയുടെ പോളിസി വരെ ഉണ്ട്,
5 ലക്ഷം തൊട്ട് 5 ലക്ഷം, 10 ലക്ഷം, 15 ലക്ഷം, 20 ലക്ഷം, 25, 50, 1 കോടി, 2 കോടി. എല്ലാവരും ഒരു കോടിയോ 2 കോടിയോ 50 ലക്ഷം എടുക്കണമെന്ന് ഞങ്ങൾ പറയുകയില്ല. നിങ്ങൾ എല്ലാ വർഷവും ഒരു പോളിസി എടുത്താൽ അത് കണ്ടിന്യൂസ് നമുക്ക് അടച്ചിട്ട് പോകേണ്ടതായിട്ടുണ്ട്. അല്ല, ഒരു വർഷം അടച്ചു പിറ്റേ വർഷം നമുക്ക് അടയ്ക്കാൻ കഴിയാത്ത അവസ്ഥ നമ്മൾക്ക് വരാതിരിക്കാൻ നിങ്ങൾക്ക് ആവശ്യമായ നിങ്ങളുടെ സാഹചര്യത്തിനനുസരിച്ചമായ പോളിസി, അതായത് ചിലപ്പോൾ 10 ലക്ഷമായിരിക്കാം, 5 ലക്ഷമായിരിക്കാം, 10 ലക്ഷമായിരിക്കാം, 20 ലക്ഷമായിരിക്കാം, 25ആയിരിക്കാം, എത്രയായിരുന്നാലും 5 ലക്ഷം എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ഈ നമ്മൾ പൈസ ഉണ്ടാക്കുന്ന ഏത് രീതിയിലും മലയാളികളെ സംബന്ധിച്ച് ഏത് രീതിയിൽ നമ്മൾ പൈസ ഉണ്ടാക്കും. ഏതൊരു സാഹചര്യം വന്നാലും നമ്മൾ പൈസ ഉണ്ടാക്കാൻ മലയാളികളെ കഴിഞ്ഞിട്ട് മറ്റൊരു മിടുക്കന്മാരുള്ളൂ. അതുകൊണ്ട് നമ്മളൊരു 5 ലക്ഷം പോളിസി എടുത്താൽ നമ്മൾ ഹോസ്പിറ്റലാകുന്ന സമയത്ത് അതിൻ്റെ 5000 രൂപ പെർ ഡേ എന്നുള്ള റൂമേ നമുക്ക് കിട്ടുകയുള്ളൂ. റൂം പ്ലസ് നേഴ്സിംഗ് ചാർജ് അത്രേ കിട്ടുകയുള്ളൂ. അതിന് ബെറ്റർ ഒരു 10 ലക്ഷമെങ്കിലും എടുക്കുക. പിന്നെ അത് പോരാ എന്നുള്ളത് തോന്നുന്നവർ അതിനോട് പ്ലസ് ആഡ് ഓൺ കവറോടെ എടുക്കുകയാണെങ്കിൽ നമുക്ക് വലിയ എമൗണ്ടൊന്നും നമുക്ക് മുടക്കേണ്ടതായിട്ട് വരികയില്ല. അപ്പോൾ നിങ്ങളുടെ പോളിസി ഇന്ന് തന്നെ ഉറപ്പ് വരുത്തുവാനായിട്ട് നമ്മൾക്ക് വാട്സപ്പ് ചെയ്യുക. അടുത്തൊരു വിഷയമായിട്ട് ഉടനെ കാണാം. ബൈ.